ഇന്ന് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് വീക്കെൻഡിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. സാധാരണ യൂറോപ്പിലും UK-ലും ഒക്കെ നമ്മളെ നാട്ടിലത്തെ മാതിരി ഒരുപാട് ഹോളിഡേയ്സ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലീവുകൾ കിട്ടൽ കുറവാണ്. അപ്പോൾ ഇങ്ങനെ മൺഡേ അടുപ്പിച്ച് ലീവ് വരുന്ന എന്ന് വെച്ചാൽ മെയ് ദിനം എന്നുള്ള രീതിയിൽ മെയ് ഫസ്റ്റ് വീക്കിൻ്റെ മൺഡേ ഇവിടെ UK-ലും യൂറോപ്പിലൊക്കെ എന്താ പറയുക ഹോളിഡേ ആണ്. അപ്പോൾ ഇന്ന് ആ സാറ്റർഡേ ആണ്. അപ്പോൾ ഒരു ലോങ് വീക്കെൻഡ് ഉണ്ട്. അപ്പോൾ ഞാനും ഷിജിയും കൂടി ഇങ്ങനെ വീട്ടിൽ നിന്ന് ശനിയാഴ്ച രാവിലെ ഇങ്ങനെ ഒന്ന് മടിച്ചൊക്കെ ഒന്ന് എണീറ്റ് ഞങ്ങൾ ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു പിക്നിക് അടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ എങ്ങടാന്നുള്ള പ്രോപ്പറായിട്ട് പ്ലാനൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ യോർക്ക്ഷയറിൻ്റെ കോസ്റ്റൽ ഭാഗത്തോട്ട് എങ്ങോട്ടേലും പോകാന്നുള്ള രീതിയിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാനിതുവരെ ഇവിടെ UK-ലോ യൂറോപ്പിലോ വന്നിട്ട് ഇതുവരെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ സാഹചര്യവശാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഞാൻ എടുത്ത വണ്ടിയാണ്. നമ്മൾ ഈ വണ്ടിയിൽ 1-2 ചെറിയ യാത്രകൾ ഇവിടെ അങ്ങനെ അടുത്തൊക്കെ പോയി. നമ്മുടെ അരുണേട്ടൻ്റെ മേഘ്നേച്ചിൻ്റെ അടുത്ത് ഒക്കെ 1-2 പ്രാവശ്യം പോയി. അതല്ലാതെ ഈ വണ്ടിയായിട്ട് വേറെ എവിടെയും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലുള്ള ആദ്യമുള്ളൊരു ചെറിയ യാത്രയും കൂടിയാണ്. ഷിജി ഓൾറെഡി ഇതാ വണ്ടി കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പോയി നോക്കാം എങ്ങടാന്നുള്ളതൊക്കെ വഴിയിൽ വെച്ച് കാണാല്ലേ. കുറച്ച് വിൻഡിയാണ്, ഇന്നലെ നല്ല വെയിലുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇനി 1 മണിക്കൂർ 10 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുന്നുണ്ടല്ലേ. നമ്മൾ ഫ്ലാംബറോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടുത്തെ യോർക്ക്ഷയർ കോസ്റ്റൽ റീജിയനിൽ പെട്ടിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഫ്ലാംബറോ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ കാഴ്ചകൾ എന്നൊക്കെ പോയിട്ട് നോക്കാം. അവിടെ ഒരു യെല്ലോ ഫീൽഡ് കാണുന്നുണ്ടോ? നല്ലതുപോലെ കിട്ടുന്നില്ല ഇതില്. ഇതെന്താണ്? റേപ്പ് സീഡിന്റെ ഫാമുകളാണ്. നല്ല രസമാണ് കാണാൻ. നമ്മളെ DDLJ-യിൽ ഷാറുഖ് ഖാനും കാജോളും ഓടിയിരുന്ന സ്ഥലമാണ്. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഇതേമാതിരി ഷിജി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എവിടുന്നേലും ഇറങ്ങിയിട്ട് ഈ പൂക്കളടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന്. അപ്പം ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൊരു പാർക്കിങ്ങും അതേമാതിരി ചെടികളുടെ സൈഡിൽ നിൽക്കാൻ പറ്റും. നമ്മളെ ഹൈറ്റ് ഉണ്ട്, ഷിജിൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ ചെടികൾക്ക്. പൊളിയല്ലേ? നല്ല ഹൈറ്റ് ഉണ്ട് കണ്ടോ, അങ്ങ് പരന്ന് കിടക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ഉള്ളിൽ കൂടി കയറിപ്പോയി ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്ത് ഒരു 1.5-1.25 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് നമ്മൾ എവിടെ എത്തി? നമ്മൾ ബെഡ്ലിംഗ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഫ്ലാംബറോൻ്റെ അടുത്തുള്ള നോർത്ത് ലാൻഡിംഗ് ബീച്ച് ഒരു ക്ലിഫ്. നോർത്ത് ലാൻഡിംഗ് ബീച്ച് മെയിൻ കാർ പാർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ വണ്ടി ഇങ്ങനെ ഇവിടെ തന്നെ കിടിലം വ്യൂ ആട്ടോ കാണാം. ലൈം സ്റ്റോൺ ക്ലിഫുകളും താഴെ നമുക്ക് കടലൊക്കെ കാണാം. ഇവിടെ ഷിജി പുറത്തേക്ക് ഇറങ്ങാനേ മൂടില്ല. ഞാൻ വണ്ടി കിടന്ന് ഇറങ്ങിക്കോളാം, ഇന്നോട് പുറത്തിറങ്ങി നടന്നോ എന്നൊക്കെയാ പറയുന്നത്. അപ്പം നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് എന്താ അവസ്ഥ നോക്കാം. അവിടെ കാണിച്ചില്ലേ, ഞങ്ങൾക്കൊരു ഹോൾ ഡേ എടുക്കാം. 5.5 pounds ഹോൾ ഡേ. നമുക്ക് സമാധാനത്തിൽ നടക്കാം. നമ്മളിങ്ങനെ വന്ന് ഇറങ്ങിയ പാടെ നമ്മളെ യാത്രാക്ഷീണം മാറ്റാൻ ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഞാൻ എസ്പ്രസോ. പിന്നെ കാപ്പി കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം. കോഫി കുടിച്ച് ചാർജായോ? നമ്മൾ നേരത്തെ ഈ മലേൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി താഴെ വന്ന് ഇപ്പം ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടി നടന്ന് ഇവിടെ കുറേ പാറക്കഷ്ണങ്ങളുണ്ട്. പൈമക്കൂടിയൊക്കെ അവിടെ കുറേ പട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട്. നമ്മൾ ഈ പാറൻ്റെ സൈഡിൽ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ കിഡിലായിട്ടുള്ള എന്താ ഗുഹകളൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്.
കടലിൻ്റെ സൈഡിലായിട്ട് ഇതൊക്കെ നാച്ചുറലി ഫോം ചെയ്ത ലൈം സ്റ്റോൺ ക്ലിഫുകളും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ ഇവിടെ കണ്ട തിരമാല അടിച്ചുകൊണ്ടുള്ളൊരു ഗുഹ ഉണ്ടായിട്ടുണ്ട്. ആ ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഷിജി നടന്നു വരുന്നത്. നമ്മളിവിടെ ഇങ്ങനെ തേരാപാര നടക്കുകയാണ്. നല്ല രസമാട്ടോ. കണ്ടോ അവിടെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കുറേ ലൈം സ്റ്റോൺ ക്ലിഫുകൾ ഇങ്ങനെ കടലിലോട്ട് ഇറങ്ങി നിൽക്കുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫ്ലാംബറോ കടൽ കാഴ്ചകൾ. ആൾക്കാർ ഇത് അങ്ങോട്ട് പോയിട്ട് നമ്മളും അങ്ങോട്ട് ഇങ്ങനെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സാധനം കണ്ടോ, ഈ പച്ച കളറ്, ഇതാണ് ശരിക്കും സീവീഡ് എന്ന് പറയുന്ന സാധനം. എന്ന് വെച്ചാൽ കടലിൽ ഫോം ചെയ്യുന്ന മാക്രോ ആൽഗകളാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ നനവുണ്ട്, ഇവിടെയും നനവുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഉണങ്ങി വരിക. കാരണം ഇവിടെ ഇതിപ്പോൾ വേലി ഇറക്കമുള്ള സമയമാണ്. അപ്പോൾ കടൽ താഴത്തേക്ക് നല്ലോണം ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. വേലിയേറ്റം ആകുമ്പോൾ ഇവിടെ ഒക്കെ കടലായിരിക്കും. നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ ഫുള്ള് കടലേക്കാരം. ഇതും വേറെ ടൈപ്പ് സീവീഡുകളാണ്. ഇതിവിടെ ഈ കറുത്ത സാധനം കണ്ടോ, ഇതും വേറെ ടൈപ്പ് സീവീഡുകളാണ്. ഇവിടെ പല ഭക്ഷണത്തിലൊക്കെ ഇവർ ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട്, ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനൊക്കെ. നമുക്കിങ്ങനെ നമ്മൾ നിൽക്കാതെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ അവിടെ പോയി നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നടക്കുകയാണ്. എന്ത് രസമുള്ള സ്ഥലം അറിയോ. സൂക്ഷിച്ച് നടക്കുക, വീഴല്ലേ, ബി കെയർഫുൾ. കണ്ടോ ഒരു രക്ഷയില്ലല്ലേ. മുകളിൽ ഇതേമാതിരി പച്ച തൊപ്പിയും ലൈം സ്റ്റോണും. ആ ലൈം സ്റ്റോണിൻ്റെ താഴായിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. അവിടുന്ന് ഒരു വെള്ളത്തേക്ക് ചാടുണ്ടോ. ഇത് ഈ ലെൻസിൽ കിട്ടണില്ല, മറ്റേ ലെൻസ് ഇട്ടോ ചിലപ്പോൾ അതിൽ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ സൈഡിൽ ക്ലിഫിൻ്റെ സൈഡിൽ ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന്. മറ്റേ ലെൻസിൽ കിട്ടൂല, ഈ ലെൻസിൽ ക്ലിയർ ആയിട്ട് കാണാം. കണ്ട അവിടുന്ന് ആൾക്കാർ ഇതേമാതിരി ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ട് അതിൻ്റെ മുകൾക്ക് കയറിപ്പോണ്. അവിടെ കുറച്ച് നിൽക്കാൻ ധൈര്യം വേണം. കടലിൽ വീണാൽ രക്ഷപ്പെടാനുള്ള വകുപ്പൊക്കെ അറിയണം. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കടലുണ്ടല്ലോ, ഇതിപ്പോൾ വേലി ഇറക്കം ഉള്ള ടൈമിലായതുകൊണ്ടാണ് കടൽ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വന്നിങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുക. കണ്ട വെള്ളാരങ്കല്ലുകളൊക്കെ ഉണ്ട് കടലിൻ്റെ അടിയിൽ കാണുന്നത്. പക്ഷേ ഈ കടൽ വേലി ഏറ്റം ആവുമ്പോൾ പെട്ടെന്ന് കയറി വരും. ഒരു അരമണിക്കൂറിലൊക്കെ കടൽ തിരിച്ച് കയറി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ കടലാവും. പക്ഷെ അത് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ വേഗം തിരിച്ച് മുകൾക്ക് കയറി പോകണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ പെട്ട മാതിരിയാണ്. അത് കണ്ടോ ഈ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന രക്ഷയില്ലല്ലോ, പൊളിയല്ലേ. ഇവിടെ ആൾക്കാർ പിന്നെ ഇതേമാതിരി പഫിൻ വാച്ചിങ്ങിന് വരും. ഏതോ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ പഫിൻസ് വന്നിട്ട് ഈ മലകളുടെ ലൈം സ്റ്റോൺ ക്ലിഫ്സിൽ താമസമാക്കും. അപ്പോൾ അറ്റിങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അറ്റിങ്ങളെ കാണാനും ആൾക്കാർ ഇവിടെ വരും എന്ന് പറയണേക്കാം. കണ്ടോ ഇതൊക്കെ ശരിക്കും കടലിൻ്റെ അടിയിലാവുന്ന സ്ഥലങ്ങളാട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ ബ്യൂട്ടിഫുൾ ഷേപ്പ് തിരമാല അടിച്ചിട്ട് പാറലുണ്ടാവണ. കടൽ ഇത്തിരി മുന്തി വരും. വേലിയേറ്റാകുമ്പോൾ ഇവിടെയൊക്കെ കടലായിരിക്കും. കണ്ടില്ലേ ഈ പാറമ്മ തന്നെ കണ്ടില്ലേ. ഇപ്പോൾ ഈ പാറമ്മ നോക്ക്, നനഞ്ഞിരിക്കണ ഭാഗം കണ്ടോ. ഇതൊക്കെ കടൽ നനയുമ്പോൾ ഉള്ളതാണ് ഈ ഭാഗം, ഉള്ളു നനയാത്ത ഭാഗം. അഡ്വഞ്ചറസ് ആയിട്ട് കയറി വരുന്ന ഷിജിഷ. നമ്മളിതാ അറ്റത്തെ കട പോയത്. അവിടുന്ന് ഇപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു വന്ന് ഫുൾ പെബിൾസാണ് നിലത്ത്. ഈ സൈഡിൽ പെബിൾസ് ഉണ്ട്, കുറച്ച് അപ്പുറത്തായിട്ട് കണ്ടോ മണലുണ്ട്. നമുക്കിനി മെല്ലെ ആ സൈഡിൽ കണ്ടോ ആൾക്കാരൊക്കെ ഒരു ഗുഹൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകുന്നുണ്ട് അവിടെ. അപ്പോൾ ആ ഗുഹൻ്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാനാണ് ഇനി അടുത്ത പ്ലാൻ. ലെറ്റ്സ് ഗോ. ഇല്ല അവിടെ കണ്ടോ വേറെയും ഗുഹകളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ഗുഹകളും കടൽ കയറി വരുമ്പോൾ കടൽ ആ ഗുഹൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ പോയി കിടക്കുന്നുണ്ടാവും. പട്ടി പോണത് വരെ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് കഴിച്ചാണ്ട് ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് തേങ്ങാവെള്ളം, ചിപ്സ്, ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ പേടിപ്പിച്ച പട്ടി, അല്ലെങ്കിൽ നമ്മൾ പേടിച്ച് നിൽക്കുന്ന പട്ടി ഇതാണ്. ഒരു പാവം പട്ടിയാണ്. വേഗം പോ എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. പോ. ബാക്കിലായിട്ടാണ് പാറക്കഷ്ണുള്ളത്, ശ്രദ്ധിച്ചു പോ. എങ്ങനെയുണ്ട്? നമ്മൾ ആ ഗുഹൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ചെറുതായിട്ട് വരുന്നുണ്ട്. തീരെ സ്പേസ് ഇല്ല അതിൻ്റെ ഉള്ളിൽ, വെളിച്ചമില്ല, ഫുള്ളി ഇരുട്ടാ. പക്ഷെ കുറേ അങ്ങോട്ടുണ്ട് തോന്നുന്നു. പോയിക്കോ.
അത്രേ ഉള്ളൂ? കുറച്ചും കൂടെ പക്ഷെ പൊളിയല്ലേ, സൂക്ഷിച്ച് കിടന്നോ. അതിൻ്റെ സൈഡിലുള്ള വേറൊരു ഗുഹ, ഈ ഗുഹയും ഉള്ളിലോട്ട് കുറേ ഉണ്ട്. ഓ വെള്ളം ഇറങ്ങി പോയിട്ടുള്ളൂ കണ്ടോ. ഇവിടെ ഒരു ഗുഹ, അങ്ങ് ഉള്ളിലോട്ട് കുറേ ഉണ്ട്. അവിടെ വേറെ ലൈറ്റൊക്കെ ഓരോ ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട്, പോയി നോക്കാം. ഞങ്ങൾ അവിടുന്ന് കേട്ടോ ഗുഹേൻ്റെ ഉള്ളിലോട്ട് കയറി വന്നത്. ഇങ്ങനെ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ വേറൊരു ഗുഹ, ഒരുപാട് ഒരു ആംഫി തിയേറ്റർ മാതിരി ഒരു സ്ഥലം. എന്നിട്ട് അവിടെ കണ്ടോ കടലിലോട്ട് ഇറങ്ങി നിൽക്കണ മാതിരി ഒരു ഏരിയ. പോയി നോക്കാം, നല്ല കടലിലോട്ട് ഓപ്പണിംഗ് ആവണ ഒരു വ്യൂ. അങ്ങനെ ലൈറ്റ് ഓപ്പണിംഗ് ആയി വരികയാണ്, കാണുന്നില്ല. നമ്മൾ പുറത്തിറങ്ങി നമ്മൾ തിരിച്ച് മുകളിലോട്ട് പോകാനുള്ള നടത്തത്തിലാണ്. നല്ല വഴുക്കലാണ്. ഉണങ്ങിയ സ്ഥലത്ത് വലിയ വഴുക്കലില്ല, പക്ഷെ ഉണങ്ങാത്തോടത്ത് നല്ല സ്ലിപ്പാവും. എന്താ പരിപാടി? അങ്ങനെ താഴത്തെ നടത്തം കഴിഞ്ഞ് വന്ന് ചെറിയൊരു നമ്മുടെ ചെറിയ ഫുഡൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പിന്നെ ഇവിടെ നമ്മൾ ചെറിയ ഫ്രൈസും ഒരു സാൻഡ്വിച്ചും ഓർഡർ ചെയ്തു. ട്യൂണ സാൻഡ്വിച്ചും ഫ്രൈസും. കിടിലം വ്യൂ ആട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ബാക്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു എന്താ പറയുക ഒരു ലേറ്റ് ലഞ്ച് കഴിച്ചാണ്ട് ഇങ്ങനെ ഇറങ്ങി. ഇനി കണ്ടോ നമുക്ക് ഈ രണ്ട് ക്ലിഫിൻ്റെ മുകളിൽ കൂടിയും നോർത്തിലോട്ടും സൗത്തിലോട്ടും എന്താ പറയുക വാക്ക് ചെയ്യാനുള്ള വഴികളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സൗത്ത് സൈഡിലായതുകൊണ്ട് നമ്മൾ സൗത്തിലോട്ടുള്ള ചെറിയൊരു വാക്ക് ഇങ്ങനെ കുറച്ച് നേരം ചെയ്തിട്ട് തിരിച്ചു വരാം എന്നാണ് പ്ലാൻ. മെസ്സിയുടെ ഷർട്ട് കണ്ടോ എന്നാണ് ചോദിക്കണത്. കണ്ടു. നമ്മൾ ഇതിലൊരു സൈഡിൽ ഇങ്ങനെ വാക്കിന് വന്നപ്പോൾ കണ്ടോ ഇവിടെ ഈ മലേൻ്റെ ചെരുവിൽ ഒരുപാട് കിളികൾ കൂട് കൂട്ടിയിട്ടുണ്ട്. ഇതേമാതിരി ഇവിടെ താമസിക്കുന്ന പല പല ടൈപ്പ് കിളികളാണ്. അപ്പോൾ ഈ കിളികളൊക്കെ ബേർഡ് വാച്ച് ചെയ്യാനാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നത്. അപ്പോൾ നമുക്കിതിൽ വലിയൊരു ഐഡിയ ഇല്ല, പക്ഷെ ഒരുപാട് കിളികൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അതിൻ്റെ സൈഡിൽ നല്ല കിടിലം ബീച്ചല്ല, തിരമാലകൾ അടിക്കുന്ന കടൽ. ബേർഡ് വാച്ചിങ്ങിനെ കുറിച്ച് എന്താണ് കുട്ടിക്ക് പറയാനുള്ളത്? ബേർഡ് വാച്ചിങ്ങിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇപ്പം നമ്മൾ സൂം ലെൻസിൽ നോക്കുകയാണ്. അപ്പോൾ ഒരുപാട് കിളികളുണ്ട്, പക്ഷെ പഫിൻസിനെയാണ് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയത്. പക്ഷെ പഫിൻസിനെ കാണാനില്ല. ഇത് അങ്ങനെ എന്തോ ഒരു കിളികളാണ്, പക്ഷെ ഒരുപാട് കിളികൾ കാണാം. ഇതിന് മലൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ എന്താ പറയുക ഗ്രൂപ്പ്സ് ഇല്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ ഈ ക്ലിഫ്സിൻ്റെ ഓരോ സൈഡിലേക്ക് പോകുമ്പോഴും നമുക്ക് ഇവരെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ഇൻട്രസ്റ്റഡ് ഇൻ പഫിൻസ്. അവർക്കൊരു റെഡ് ചുണ്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാണാൻ. ഇവിടെ ഭയങ്കരമായിട്ട് ഒരു മീൻ മണം അടിക്കുന്നുണ്ട് അല്ലേ? എന്താണെന്നറിയാം, ഇവിടെ കിളികളൊക്കെ നമ്മളെ തലേൻ്റെ മുകളിലൂടെ പറക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക എല്ലാം കൂടി ഒരു 4 കിലോമീറ്റർ അല്ലേ, ഒരു 2 കിലോമീറ്റർ നമ്മൾ നോർത്ത് ലാൻഡിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സൗത്ത് ലാൻഡിംഗ് ഡയറക്ഷനിൽ നടന്നു. സൗത്ത് ലാൻഡിങ്ങിൻ്റെ അടുത്തെത്തിയില്ല, അതിൻ്റെ ഒരു 500 മീറ്റർ മാറി എത്തിയപ്പോഴത്തേനും നല്ല കാറ്റ് വന്നപ്പോൾ നമ്മൾ തിരിച്ച് നടക്കാൻ വിചാരിച്ച്. ഇവിടുന്ന് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു 1 ഡേ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫസ്റ്റ് പോയ കേവിന്റെ ഭാഗമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും പോയി, അത്ര ടൈം കാരണം അവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, അവിടെ എല്ലാരും തിരിച്ചു പോയി തുടങ്ങിയാണ്. അവിടെ കടലൊക്കെ ഇങ്ങനെ കാലിയായി തുടങ്ങി. അപ്പൊ നമ്മളും തിരിച്ചു പോവാണ്, തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.